കേരളമെന്നും കളികളെയും കളിലോകത്തെയും ശിരസ്സിലേറ്റുന്നവരുടെ നാടാണെന്നത് അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. കളിപ്രേമം പക്ഷേ അതിന് അനുസൃതമായ നിലയിൽ മികവിന്റെയും നേട്ടങ്ങളുടെയും നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടോ എന്ന സംശയവും സജീവമായി നിൽക്കുന്നുണ്ട്. നേട്ടങ്ങൾ പലതുണ്ടെങ്കിലും അർഹമായ നിലയിലേക്ക് അതിനെ ഉയർത്താൻ നമുക്ക് കഴിയാതെ പോകുന്നതിന് കാരണം കായിക ഭരണത്തിന്റെ പോരായ്മയും അഴിമതിയും കെടുകാര്യസ്ഥതയും ആണെന്ന ആരോപണം കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. അതിന് ബലമേകുന്ന അനുഭവങ്ങൾ പലതുണ്ട് താനും. പക്ഷേ സ്വന്തം കാര്യവും പണക്കൊയ്ത്തും ലക്ഷ്യം വെച്ച് നാടിന്റെ കളിക്കമ്പത്തെ വിറ്റ് കാശാക്കാനുള്ള ശ്രമം പുതിയ അനുഭവമാണ്. അതാണ് ലോക ഫുട്ബോൾ താരം ലയണൽ മെസ്സി കേരളത്തിലേക്കുള്ള വരവെന്ന പേരിൽ കായികമന്ത്രി അടക്കമുള്ളവർ ഇവിടെ കാട്ടിക്കൂട്ടിയത്. മെസ്സി വരുമെന്ന് ആണയിട്ടവർ ഇപ്പോൾ വരില്ല എന്ന് പറഞ്ഞാൽ മാത്രം പ്രശ്നം തീരില്ല. എന്ത് ന്യായീകരണം നിരത്തിയാലും ഈ കാണിച്ചത് കേരളത്തിന്റെ കായിക സ്നേഹത്തിന്റെ മുഖത്ത് തുപ്പുന്നത് പോലെയായിപ്പോയി. നടക്കില്ലെന്ന് തുടക്കത്തിലെ വ്യക്തമായിരുന്ന കാര്യം നടത്തുമെന്ന് ഉറപ്പിച്ചു പ്രഖ്യാപിക്കുകയും അതിലേക്ക് എടുത്തു ചാടുകയും ചെയ്ത കായിക മന്ത്രിയും ഒപ്പമുള്ളവരും കായിക കേരളത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചേ മതിയാവൂ. അവരെ വിശ്വാസത്തിലെടുക്കുകയും വേണം. നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുക അത്ര എളുപ്പമല്ല താനും. തൊടുന്യായങ്ങൾ വിലപ്പോവില്ല. രാജ്യാന്തര ഫുട്ബോളിനെ കുറിച്ചൊക്കെ നല്ല വിവരമുള്ളവരാണ് ഇവിടുത്തെ കളി ആരാധകർ. രാജ്യാന്തര ഷെഡ്യൂൾ പ്രകാരം ഇത്തരമൊരു സൗഹൃദ മത്സരം അർജന്റീനയുടെ പരിപാടിയിൽ ഇല്ലെന്നും അവർക്കറിയാം. സ്പോൺസർ എന്ന പേരിൽ രംഗത്ത് വന്ന ഒരു വ്യക്തിയുടെ വാക്കുകേട്ട് അയാൾക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു കായിക മന്ത്രിയല്ല ഇവിടെ വേണ്ടത്. കേസുകളിൽ കുടുങ്ങിയ മുൻ അനുഭവമുള്ള ഒരാളെ പൂർണ്ണ വിശ്വാസത്തോടെ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാൻ മന്ത്രിക്ക് ആരാണ് അധികാരം കൊടുത്തത്? കായിക മന്ത്രി പറഞ്ഞതൊക്കെ പാഴ്വാക്കായിട്ടും സർക്കാരിന് മിണ്ടാട്ടമില്ല. എന്റെ മുഖ്യമന്ത്രി അടക്കം ആർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലേ? മെസ്സിയുടെ വരവിന്റെ പേരിൽ കൊച്ചി സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരുക്കാൻ താൻ 70 കോടി ചെലവിട്ടെന്ന് പറയുന്ന സ്പോൺസർ അതിന്റെ പേരിൽ സ്റ്റേഡിയത്തിന് മേൽ അവകാശവും ആവശ്യപ്പെടുന്നുണ്ടത്രേ. ലക്ഷ്യവും കണ്ണും എങ്ങോട്ടെന്ന് വ്യക്തമാണ്. ഫുട്ബോൾ ലോകത്തെ എക്കാലത്തെയും മികച്ച താരനിരയിൽപ്പെട്ട കളിക്കാരനാണ് മെസ്സി എന്ന അർജന്റീനക്കാരൻ. ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കറെ പോലെ ഫുട്ബോളിൽ മെസ്സിയെ ദൈവതുല്യം ആരാധിക്കുന്നവർ ഏറെയുള്ള നാടാണ് കേരളം. ആ ആവേശത്തിലാണ് ചിലരുടെ കണ്ണു പതിഞ്ഞത്. നാടിന്റെ കായിക പ്രേമം നിഷ്കളങ്കവും ആത്മാർത്ഥവുമാണ്. അത് മുതലെടുക്കാൻ ഇറങ്ങിയവരുടെ കാര്യം അങ്ങനെയല്ല. സന്തോഷ് ട്രോഫിയിൽ അടക്കമുള്ള അഴിമതിയുടെ കഥ ഏറെ കേട്ടവരാണ് മലയാളികൾ. പക്ഷേ ഇങ്ങനെയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന പുതിയ അവതാരമാണ്.